ഗുഡ് ഈവനിങ് ഗായ്സ്. ഇവിടെ എന്നോടൊപ്പം ഡാഷ് മോൾ എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന ഡാഷൽ ലാസബ്സു ബ്രീഡുള്ള ഈ ഒരു അരുമ നായയാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ കുട്ടി കുറേ നാളായിട്ട് ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗമാണ്. അതിഥിയായി വന്നു, കൂട്ടുകാരിയായി, പിന്നെ കുടുംബാംഗമായി. പക്ഷെ ഞങ്ങൾ അകത്തോട്ടൊന്നും എടുത്ത് വളർത്തുന്ന ആളൊന്നുമല്ല. കാരണം ഇത് പുറത്ത് കുറേ പട്ടികൾ ഇവിടെ വീടിന് ചുറ്റൊക്കെ നടന്നിരുന്ന പട്ടികളോടൊപ്പമൊക്കെ ചേർന്നിട്ട് കൂട്ടുകൂടി നടന്നിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവളെ അകത്തേക്ക് കയറ്റാത്തത് കേട്ടോ. മാത്രമല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊട്ടക്ഷനും സുരക്ഷയൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇവൾ പൂടെയൊന്നും പൊഴിച്ചിട്ടില്ല. എന്നാലും നമ്മളൊരു കരുതലിന് വേണ്ടിയിട്ടാണ് ഇവളെ അധികം എൻ്റർടൈൻ ചെയ്യരുതെന്ന് പ്രത്യേകം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അമ്മ ഇവളോടുള്ള സ്നേഹവും കരുണയും കൊണ്ട് ഇവക്ക് എന്താ പറയുക, ഇതൊക്കെ കൊടുത്തു. കണ്ടോ, സ്നേഹത്തോടെ വാലാട്ടിക്കൊണ്ടിരിക്കുക ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കി. അപ്പം ഹായ് പറഞ്ഞേ, ഹായ്, ഗുഡ് ഈവനിങ് പറഞ്ഞേ, ഈദ് മുബാറക്ക് പറഞ്ഞേ. ഇന്ന് ബക്രീദ് അറിയോ? നിനക്ക് ഞാൻ ഈദ് മുബാറക്ക് വിഷ് ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പൊടി കൊതുകടിയായിരുന്നു. പുറകിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു, പക്ഷെ ഭയങ്കര കൊതുകടിയാണ്. പോച്ചയെല്ലാം കയറി. പരിസ്ഥിതിദിനമായിട്ട് ഞാനിവിടുത്തെ പോച്ചയൊന്നും പറിച്ചില്ല ഗൈസ്. ഞാനീ പോച്ച പറിക്കാന്ന് പറയുന്നത് മടിയുള്ള ജോലിയാണ്, പക്ഷെ അമ്മ ഇരുന്ന് കുറേ പറിച്ചു. എന്തായാലും നിങ്ങളുടെ ബക്രീദ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? ബിക്കോസ് ഇന്ന് ഫസ്റ്റ് വീക്കെൻഡ് ഓഫ് ജൂണിൻ്റെ ഈവനിങ് ആണല്ലോ. ഈ വൈകുന്നേരം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ നോർമൽ ഒരു ഡേ ആയിരുന്നു. ആസ് യൂഷ്വൽ എൻ്റെ വീക്കെൻഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ടി വിയിൽ ഒരു പെർട്ടിക്കുലർ ടൈംസിൽ പ്രോഗ്രാംസ് കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക്, പിന്നെ പ്രീമിയർ മൂവീസ് സൺഡേയിൽ കാണുക, അല്ല സാറ്റർഡേ രാത്രി കാണുക എന്നുള്ളതപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് ഞാനായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ നോർമലി ഫോണിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കോണ്ടൻറ്റ്സ് പ്രീമിയർ ചെയ്യുകയാണെങ്കിൽ അത് കാണും. ഇപ്പം അങ്ങനെ പഴയ പോലെ ചറപറ ഇൻ്റർവ്യൂസും വ്ളോഗ്സും ഒക്കെ കുത്തിയിരുന്ന് കാണാനുള്ളൊരു ക്രേസ് ഒന്നുമില്ല. എന്തോ ഞാൻ മൈ മൈൻഡ് ഈസ് ഓട്ടോമാറ്റിക്കലി ട്യൂൺ ടു വാച്ചിങ് നോർമൽ സ്റ്റഫ്സ് ആൻഡ് ഓൾ ഇൻ ടി വി. ആൻഡ് വേറാസ് ഈ ഇൻ്റർവ്യൂസ് തന്നെ ഞാൻ സ്പെസിഫിക്കലി ഫിൽറ്റർ ചെയ്ത് കാണുന്ന ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. നമ്മുടെ പേർളി മാണിയുടെ ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് ആണെങ്കിലും, അതേപോലെ നമ്മുടെ ധന്യ വർമ്മ എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവർ, അപ്പോൾ അവരുടെ അത് ഐ തിങ്ക് ഷീ വിൽ റിലീസ് ഹർ സെക്കൻഡ് പാർട്ട് ഓഫ് ആര്യ ബഡായിസ് ഇൻ്റർവ്യൂ ടുഡേ. ഇന്നലെ അതിൻ്റെ ഷോർട്സ് കണ്ടായിരുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി റിലീസ് ടുഡേ. കണ്ടോ ഇവിടെ തടിച്ചിരിക്കുന്നത്, കൊതുകടിച്ചിട്ട്. അയ്യോ, അവൾക്ക് ബോറടിച്ചിട്ട് പാവം. ഇനി അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ കൊടുക്കണം, മടമടാന്ന് കുടിക്കും. ഇപ്പം അപ്പുറത്ത് ജയമ്പപ്പയും ജിൻജാസിനും ഇല്ല. ആക്ച്വലി അവർ രണ്ടുപേരും ഇന്നലെ വരെ ഉണ്ടായിരുന്നു. സോ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിരുന്നു. നമ്മൾ രാത്രി കുറേ സമയം സംസാരിച്ചു. എൻ്റെ ജോബിനെ പറ്റി പേഴ്സണലി ജിൻജാസും സംസാരിച്ചു. അങ്ങനെ കുറേ സമയം പോയി. മിനിഞ്ഞാന്നാണ് അച്ചാച്ചൻ വന്നത്. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് പോട്ടെ, ബുധനാഴ്ചയാണ് അച്ചാച്ചൻ വന്നത്, എന്നിട്ട് ഇന്ന് പോയി. അല്ല, വ്യാഴാഴ്ചയാണ് അച്ചാച്ചൻ വന്നത്, എന്നിട്ട് ഇന്ന് പോയി. അതാണ് സത്യം. ഇന്നിപ്പോൾ ഉച്ചയുറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, ഉച്ചയ്ക്ക് ഉറങ്ങാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ഉച്ചയുറക്കം ഫീൽ ചെയ്യുന്നില്ല. ചുമ്മാ കണ്ണടച്ചാൽ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, പക്ഷേ എന്താ കണ്ണടയ്ക്കാൻ പോലും അങ്ങോട്ട് തോന്നുന്നില്ല. ഞാൻ ചോറുന്ന സമയം വരെ, അതായത് രാവിലെ ടി വി കണ്ടു കഴിഞ്ഞിട്ട് 12 മണിയായപ്പോൾ ടി വി ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഫോണിലായിരുന്നു. ഫോൺ നോക്കണം എന്നൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ആക്ച്വലി എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് അതാണ്. ഞാനൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഒരു മാഗസിൻ ആക്ച്വലി വായിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വായിച്ചില്ല. അത് വായിക്കാനിരിക്കുമ്പോൾ ഫോൺ നോക്കാനൊക്കെ തോന്നുക. എനിക്കറിയില്ല, വായിക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി. പക്ഷെ ഞാൻ റൈറ്റിങ്ങിനാണ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നതും ജോബ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതും. അപ്പോൾ എഴുതാനുള്ള ജോലിക്ക് വായനയില്ലാതെ എന്ത് ചെയ്യല്ലേ, അതാണ് സത്യം. അപ്പോൾ ഒരു കോപ്പി റൈറ്റർ ആണെങ്കിലും കണ്ടൻറ് റൈറ്റർ ആണെങ്കിലും വായന മസ്റ്റാണ്. അതുകൊണ്ട് മാസികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാസിക വായിക്കാനുണ്ടായിരുന്നത് ഭയങ്കര ഒരു മടിയാണ്. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ ലൈക്ക് കഴിഞ്ഞ മാസം കൊണ്ടുവന്നത് കോഴിക്കോട് നിന്ന്, ഇതുവരെ വായിച്ചില്ല. വായിക്കാൻ മാറ്റി വെച്ചു. എനിക്കറിയത്തില്ല ഇതിനൊക്കെ എന്തിനാണ് ഞാനിങ്ങനെ സമയമൊക്കെ അലോട്ട് ചെയ്യുന്നത്, ഓരോ മുഹൂർത്തമൊക്കെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അതങ്ങനെ അങ്ങ് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഫോൺ അങ്ങ് നോക്കി പോവാം കേട്ടോ. ഇന്നലെ ആണെങ്കിലും ഉറക്കത്തിനിടയ്ക്കെന്നല്ല, ഉറങ്ങാനുള്ള സമയത്തിനിടയ്ക്ക് ഫോൺ നോക്കാനുള്ള ഒരു എന്താ പറയുക, പിന്നെ
മൈൻഡ് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, പിന്നെ അങ്ങിരുന്ന് കണ്ടുപോവാണ്, അങ്ങനെ ഒരു മൈൻഡാണ്. ഇന്ന് പിന്നെ ബക്രീദിൻ്റെ പാട്ടോ ഡാൻസോ ഒന്നും ചെയ്യാനുള്ള മൂഡിലായിരുന്നില്ല. എനിക്ക് പാട്ടും കിട്ടിയില്ല, ഡാൻസും കിട്ടിയില്ല. പിന്നെ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് എന്തോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു, പിന്നെ തോന്നിയില്ല. എനിക്കറിയത്തില്ല, ഇന്നത്തെ ബക്രീദായിട്ട് പോലും ഒരു നോർമൽ ഡേ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ, നാളെ ഞായറാഴ്ച പള്ളിയിൽ പോകണം. കാരണം കഴിഞ്ഞ ഞായറാഴ്ച പ്ലാൻ ചെയ്തു, പക്ഷേ രാവിലെ ഉറക്കം ശരിയാക്കാനുണ്ടായിരുന്നുകൊണ്ട് പിന്നെ 9 മണിക്ക് എഴുന്നേറ്റാണ് കണ്ണും തിരിഞ്ഞത്. പക്ഷെ പിന്നെ കാരണം ഉറങ്ങി കഴിഞ്ഞിട്ടിപ്പോൾ തന്നെ ഒരു സമയമായി. അപ്പോൾ പിന്നെ കാലെന്ത് മുറിഞ്ഞിട്ടുണ്ട്, കൊതുക് കടിച്ചിട്ടാന്ന് തോന്നുകയോ. പിന്നെ അവളുടെ നഖമൊന്നും കൊണ്ടിട്ടാവല്ലേ കർത്താവേ, ഇനി എനിക്ക് വയ്യ ആശുപത്രിയിലോട്ട് പോകാൻ. ഈ മുറിവ് പഴുക്കാതൊക്കെ ഇരിക്കാൻ ഉണങ്ങിയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള മുറിവൊന്നും ആവല്ലേ ദൈവമേ, പേടിയാവുന്നു. ദൈവം എന്തായാലും കാത്തോണേ. ഞാൻ പിന്നെ യൂട്യൂബിൻ്റെ മുമ്പിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് 2 മണി കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉറങ്ങുമെന്ന് വിചാരിച്ചു. 10:30 അലാറം വെച്ച് എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഒന്ന് ബാത്റൂമിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി പോകാനുള്ള ടെൻഡൻസിയായി. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാമെന്ന് ഓർത്തിട്ട് ഉറങ്ങാനും പറ്റിയില്ല. അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ഇൻട്രസ്റ്റും ഇല്ല, യൂട്യൂബ് കാണണമെന്നുമില്ല. ഇനി ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു അൽഗോരിതം ഉണ്ടല്ലോ, നമ്മൾക്ക് അഡിക്ഷനുള്ള കാര്യവും കൂടുതൽ ഇൻട്രസ്റ്റോടെ നമ്മളെപ്പോഴും മറക്കാതെ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ മറക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ലൂപ്പ് കിടന്ന് കറങ്ങുകയാണ് ഞാൻ. ഈവൻ ദോ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, ആ അഡിക്ഷൻ ഒരു അൽഗോരിതമായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് നമ്മളങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് അതങ്ങനെ പോവാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് മാറാനും പറ്റിയില്ല. അപ്പോൾ ഉറക്കം വന്നില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണത്. എനിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോസ്, അതിങ്ങനെ ഒരു അൽഗോരിതമായിട്ടൊരു ലൂപ്പിൽ കിടന്ന് കറങ്ങും. ഓട്ടോമാറ്റിക്കലി അത് കാണാനുള്ള ടെൻഡൻസി ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കുന്ന പോലെയും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം, ഇതൊക്കെ എനിക്കങ്ങനെ വന്നു ചേരുന്നതാണ് നാച്ചുറലി. വളരെ വിലപ്പെട്ട സമയമാണല്ലോ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ള റിഗ്രറ്റൊക്കെ തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ എന്താ പറയുക, ഈ സമയത്ത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചി എനിക്ക് മൺഡേ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഗൈസ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ ഞാൻ ലൈക്ക് സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞ ഇതിലാണ്. അവർക്ക് റൈറ്റിംഗ് സ്കിൽസ് ഉള്ളവരെയും അതുപോലെ മീഡിയ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നമ്മുടെ മീഡിയ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിലേക്കും ഉള്ള ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പം ഒരു മീഡിയ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്കില്ല, ബട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ക്രിയേറ്റർ പാർട്ട്നേഴ്സിൻ്റെയും കണ്ടൻറ് ക്യൂറേറ്റേഴ്സിൻ്റെയും ക്ലയൻറ്റ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഒക്കെ കീഴിലായിരുന്നു. അതുകൊണ്ട് അവർ തന്നിട്ടുള്ള ടാസ്ക് വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ആ ഒരു വലിയ സംഭവബഹുലമായ പേരുകൾക്ക് തക്ക രീതിയിലുള്ള ഇൻറ്റേൺഷിപ്പാണോ ഞാൻ ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അതായിരിക്കാം മേ ബി അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇൻറ്റേൺഷിപ്പ് എനിക്ക് അവർ തന്നിട്ടുള്ളതൊക്കെ. അവരുടെ രീതിക്ക് അവർക്ക് അറിയാവുന്ന രീതിയിൽ ആയിരിക്കും എന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാനും പോയിട്ടില്ല. എന്തായാലും 1 മാസം അവിടെ ചെയ്തു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഓക്കെ ആവുമോ എന്നൊക്കെ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു. ബിക്കോസ് എൻ്റെ പൊട്ടത്തരങ്ങളൊന്നും ഞാൻ ഇതുപോലെ പറയാൻ പാടില്ലല്ലോ, ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. അതുകൊണ്ട് എല്ലാം ഞാൻ ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. ആലോചിച്ചു ഒരുപാട്, കാരണം അഭിപ്രായം എന്തിനാണ് ചോദിക്കുന്നതെന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് മടിച്ചാണെങ്കിലും ഞാൻ ചിന്തിച്ചിട്ട് ചോദിച്ചു. അങ്ങനെ അവസാനം എന്നെ ഹെൽപ്പ് ചെയ്തു. ChatGPT വഴിയൊക്കെയുള്ള കുറേ റെഫറൻസുകൾ എനിക്ക് അയച്ചു തന്നു. ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കാം എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്, അതിനുള്ള ആൻസേഴ്സ് എങ്ങനെ കൊടുക്കണം, ഇതെങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ കുറേ അപ്പോൾ എനിക്ക് മടിയായി. കുറച്ച് നേരം വായിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മടിയായി. ഇനി അതൊന്നുകൂടെ വായിച്ച് നോക്കണം, ഇന്ന് തന്നെ വായിച്ച് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ ഇത്ര നേരം ഫോൺ നോക്കിയിരുന്നു, ഒരു പ്രയോജനമില്ലാതെ കുറേ സമയം കളഞ്ഞു. എനിക്കിതെന്തോ പ്രഷ്യസ് ടൈം വേസ്റ്റ് ആക്കുന്ന പോലെ. കാരണം എൻ്റെ മനസ്സിലോട്ട് വരുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഇറ്റ്സ് ഫൈൻ, ബട്ട് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അലസതയിലേക്ക് മടിച്ചു പോകും. പക്ഷേ മൺഡേ ടു ഫ്രൈഡേ ഉള്ള വീക്ക് ഡേയ്സ് ഇതുപോലെ ആയാലും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ഓക്കെ ആയി വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ വരാതിരിക്കട്ടെ, സപ്പോസ് എങ്ങാനും അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇതുപോലെ ആയി പോവുമല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അപ്പോൾ ഒബ്വിയസ്ലി അതെനിക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു വലിയ നഷ്ടബോധം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നേ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ശനിയും ഞായറും ഒക്കെ നമ്മൾ ഇപ്പോൾ ഇമാജിൻ ചെയ്യുകയാണ്, ഇന്നിപ്പോൾ ഒരു വീക്ക് ഡേ ആണെന്ന് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ നമുക്കത് അപ്പോൾ അത് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല നമുക്ക്. ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരുപോലെയാണ് എനിക്ക്, പക്ഷേ വീക്കെൻഡിന് ഓക്കെ ഇത് വീക്കെൻഡ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. ഒബ്വിയസ്ലി പ്രത്യേകിച്ച് ഞായറാഴ്ച ആകുമ്പം പള്ളിയിൽ പോയി കഴിഞ്ഞ് വരുമ്പം അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവുമല്ലോ. അങ്ങനെ അല്ലാതെ ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അത് നാഗ് ചെയ്യുന്ന പോലെ ആയിപ്പോൾ. ചുമ്മാ അന്വേഷിക്കുന്നതാണ്, പക്ഷെ അതെന്ത് നാഗിങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന സന്ദർഭവും കാര്യമൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും എനിക്കറിയില്ല എപ്പോൾ ചോദിക്കണം എന്നൊന്നും. കാരണം എല്ലാവരോടും ചോദിച്ചിട്ടും കുറച്ച് പേരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ബാച്ചിൽ തന്നെയുള്ളവർ വർക്കിന് കയറിയതൊക്കെ മൾട്ടിമീഡിയക്കാരൊക്കെ ആണെങ്കിലും. ഓഡിയോഗ്രഫിക്കാരുടെ കാര്യം കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ സെയിം ബാച്ചിലുള്ളവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീഡിയ സ്റ്റഡീസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഓഡിയോഗ്രഫി ആൻഡ് മൾട്ടിമീഡിയ, മറ്റേ VFXും ആനിമേഷനും ഗ്രാഫിക് ഡിസൈനിങ്ങും അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ മൊത്തം 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ബാച്ചസാണ് ഞങ്ങളുടെ ബാച്ച് എന്ന് പറയുന്നത്. മീഡിയ സ്റ്റഡീസും ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നുള്ള 5 ബാച്ചസ് അല്ലെ 5 ക്ലാസ്സസ്. ബാച്ചസ് അല്ലല്ലോ, ക്ലാസ്സസ്. അപ്പോൾ ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്നത് ഞങ്ങളുടെ മീഡിയ സ്റ്റഡീസുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പാട്ട് പാടാൻ ഇറങ്ങിയതാണ്, പക്ഷേ എനിക്ക് ഡബിഡി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ഉർവശി റോത്തേലയുടെ ഐറ്റം ഡാൻസ് ഉള്ള ഹിറ്റ് സോങ്, അതെല്ലാവരും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് അതിന് പാട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് പാടാൻ പറ്റുന്നില്ല. VIP ആയാലേ പാടാൻ പറ്റുള്ളൂ സ്മ്യൂളിലെ. അപ്പം ആ പ്ലാൻ ഡ്രോപ്പായി. അടുത്ത പാട്ട് ഏതെന്ന് ആലോചിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടുള്ള ഒരു സ്റ്റക്നെസ്സിലാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയും കൂടെ ചെയ്യുന്നത്. ഞാനീ പറഞ്ഞതിൽ ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ ബ്ലാബർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നോട് തന്നെ ആയതുകൊണ്ട് അത് നിങ്ങളോടും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾക്കും എനിക്കും വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരിക്കും എന്ന് ഒബ്വിയസ്ലി നിങ്ങളും പറയാം. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയ്ക്ക് ഞാൻ ക്ലീശയായിട്ട് എന്തിനാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് വേറെ ആരോടും ഇത് ഷെയർ ചെയ്യാനില്ല. അതുകൊണ്ട് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ബക്രീദൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരു ലീവിലൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സമയമൊക്കെ വെറുതെ ഇരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളിലും ഇഷ്ടങ്ങളിലും ഒക്കെ എന്തെങ്കിലും പെൻഡിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെൻഡിങ് വർക്ക്സൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിനായിട്ടൊരു 24 മണിക്കൂറിൽ പകുതി മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കണം എന്നില്ലല്ലോ. ഒബ്വിയസ്ലി അതിനൊരു സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാകും. ബാക്കി കുറേ സമയം നിങ്ങൾക്കായിട്ടും ഫാമിലിക്കായിട്ടും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. അപ്പം അതിലുള്ള കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല.